നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, നമ്മളിപ്പോൾ കുറച്ച് മുന്നേ നമ്മളൊരു വാർത്തയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിലിപ്പോൾ പാർത്ഥൻ ചോദിച്ചു, ഈ പി.കെ. ശശിക്ക് നാണമുണ്ടോ, UDF-ന് നാണമുണ്ടോ, അത് കോൺഗ്രസിന് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് അതിൽ ഏറ്റവും നല്ലത്. പി.കെ. ശശി എന്തിനു നാണിക്കണം? കാരണം CPM-ൽ തേഞ്ഞൊട്ടി. ഇനി അവിടെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ തന്നെ അവനവൻ്റെ നിലനിൽപ്പ്, കാര്യനേട്ടം, അത്രേ ഉള്ളൂ. പാർട്ടിക്കാർക്കും അതുപോലെ തന്നെയാണ്. ഒരു പാർട്ടിയിലേക്ക് ഇന്നലെ വരെ തെറിവിളിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് ഒരു പാർട്ടിയിൽ വന്ന് രാജാവായിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ വന്ന സന്ദീപ് വാര്യരുടെ കഥ എടുത്താലും, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എന്ന് പറയുന്നതിൻ്റെ തലേ ദിവസം വരെയും കോൺഗ്രസ്സുകാരെ മുഴുവൻ തെറി പറഞ്ഞുകൊണ്ടിരുന്നു, മോദി സ്തുതികളുമായി ജീവിച്ച ഒരാളാണ്. അതായത് ജീവിതമേ BJP എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലേക്ക് വരാമെങ്കിൽ ചിലപ്പോൾ P.K. ശശിക്കും വരാമായിരിക്കും. പക്ഷെ എന്നാലും ഈ കോൺഗ്രസ്സിന് ഒരു അല്പം ഒരു മാന്യത വേണ്ടേ? ഈ നഷ്ടപ്പെട്ടു പോയ വോട്ടുകളെല്ലാം തിരിച്ചു വന്ന സാധാരണക്കാരുടെ വോട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയിട്ടുള്ളത്. എപ്പോഴും കോൺഗ്രസ്സുകാരുടെ വോട്ടിന് പുറമെ നിഷ്പക്ഷ വോട്ടുകൾ. പക്ഷെ ആൾക്കാരൊന്നും ചിന്തിക്കില്ലേ, P.K. ശശിയെ പോലെ ഒരാളെ കോൺഗ്രസിലേക്ക് ചേർക്കാനുള്ളൊരു ശ്രമം നടക്കുമ്പോൾ അതും ഇനി തീവ്രത കുറഞ്ഞതുകൊണ്ടായിരിക്കുമോ സ്വീകരിക്കാമെന്ന് വിചാരിച്ചത്? അഥവാ ഇനി പീഡനങ്ങൾ ഉണ്ടായാലും CPM-ന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ തീവ്രത കുറഞ്ഞ പീഡനത്തിൻ്റെ ആളാണെന്ന്, അതായിരിക്കും ചിലപ്പോൾ. ഈ P.K. ശ്രീമതിയും ബാലനെങ്കിലും കൂടെയുള്ള കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ സഖാവ് ബാലനും P.K. ശ്രീമതിയുള്ള കമ്മീഷനാണ് അവർക്ക് ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഇദ്ദേഹത്തിന് തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന്. അത് ആഘോഷിച്ച സഖാക്കളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് ശശി പോയി കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹത്തോട് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ചെറിയ ഒരു ഇറിറ്റേഷൻ വന്ന സഖാക്കൾക്ക് കോൺഗ്രസിലേക്ക് പോയാലെങ്കിലും ധൈര്യത്തോടെ ഇദ്ദേഹത്തെ കോയി ശശി എന്ന് വിളിക്കാൻ പറ്റും. അത് ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചൊന്നുമല്ല. ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്ന പേര് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അദ്ദേഹം എന്തോ ഒരു മോശക്കാരനാണെന്നുള്ളത് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അല്ല, മോശക്കാരനെന്ന് പറഞ്ഞാൽ അത് മോശം പ്രവൃത്തി തന്നെ അല്ലേ? അല്ല, അതാണ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതിന് നമ്മളുടെ ഇപ്പം എന്താണ് CPM-ന്റെ കോടതിയിൽ CPM-ന്റെ ആളുകൾ ചേർത്ത് തീർത്ത ഒരു സംഭവമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ പരാതികളില്ല, തെളിവുകളില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ CPM-ന്റെ ഒരു പ്രവർത്തക കൊടുത്തിട്ടുള്ള ആ കേസ് ആ CPM-ന് മുന്നിലേക്ക് എത്തിച്ചത് അതിവൈകാരികമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട്. ഒരു സ്ത്രീക്ക് നേരെ എന്ത് രീതിയിൽ കടന്നു കയറുന്നതും വലിയ തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പുറത്ത് അവിടുത്തെ DYFI 2 തട്ടിലാകുന്നു. DYFIക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. ആ പരാതി കൊടുത്ത യുവതി പാർട്ടിയിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാതെ ഇന്ന് പുറത്തു നിൽക്കുന്നു. അന്ന് അതുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകളെ എല്ലാം തന്നെ പാർട്ടി എന്ത് ചെയ്യുന്നു, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്താണ് പാർട്ടിയുടെ ഈ ഭാഗത്തേക്ക് അടുപ്പിക്കാതെ ആ യുവതിക്ക് സപ്പോർട്ട് കൊടുത്ത ആളുകളെല്ലാം പാർട്ടി അകറ്റി നിർത്തി. എന്നിട്ട് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 6 മാസത്തെ ഇലക്ഷൻ കഴിയുന്നത് വരെ മാത്രം P.K. ശശിക്ക് സസ്പെൻഷൻ കൊടുക്കുകയും പിന്നീട് ശശിയെ തിരിച്ചെടുക്കുകയും ചെയ്ത പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അതിനുശേഷം അതായത് ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നു. സ്ത്രീ വിഷയം എന്ന് ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളെ പറ്റിയല്ല. ഈ പറയുന്ന ആരോപണം വന്ന് ഒരു സ്ത്രീ തന്നെ പരാതി പാർട്ടിക്ക് കൊടുക്കുമ്പോഴും 6 മാസം വരെ സസ്പെൻഷന് മാത്രമുള്ള കാര്യം മാത്രമേ ഇതിലുള്ളൂ എന്നാണ് CPM കാണുന്നത്. പക്ഷേ ഇപ്പം ശശിക്ക് എന്താണ്, ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിരിക്കുകയാണ്. ഒരു സംസ്ഥാന സമിതി അംഗത്തെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്താനുള്ളൊരു അത്രയും മാത്രം കാലിബർ ഉണ്ടായിരുന്ന ഒരു നേതാവിനെ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിൽ പകരം വേറൊന്നുമില്ല. അതായത് അയാൾ രാജാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന തൻ്റെ കീഴിലുള്ള ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ല, മനസ്സിലാക്കണം. ആ ജില്ലാ കമ്മിറ്റിയിലടക്കം സമുന്നതനായ പാലക്കാട്ടെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ P.K. ശശിയാണ്. അപ്പോൾ P.K. ശശിക്ക് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോയി ഇരുന്ന് തങ്ങൾക്കൊപ്പമുള്ള ആളുകൾക്കൊപ്പം ബ്രാഞ്ച് സെക്രട്ടറിയുടെ ശാസനയും കേട്ട് പോയി ഇരിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തിനാണ് ഇത് പുറത്താക്കിയത്? ഈ പറയുന്നത് പോലെ അവിടുത്തെ ഔദ്യോഗിക പക്ഷവുമായിട്ട് P.K. ശശിക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നു. അവർ P.K. ശശിയെ താഴെയിറക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിന് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ഉണ്ടാകുന്നു. നോക്കണം, എപ്പോഴും ഒരു സ്ത്രീയെക്കെതിരായ പ്രശ്നം വന്നിട്ട് അതിൽ 6 മാസം മാത്രം കണ്ട CPM അതിനേക്കാൾ വലിയ കുറ്റമാണ് ഇതിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതാണ് സ്വാഭാവികമായി പാലക്കാട്ട് സംഭവിച്ചത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത് CPM-ന്റെ ഭാഗമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. കോൺഗ്രസിന് എന്തിൻ്റെ കേടാണ്? കാരണം അത്രയും നാൾ കോൺഗ്രസ്സുകാരാണ്, UDF-കാരാണ് P.K. ശശിക്കെതിരെ സമരം നടത്തിയത്, P.K. ശശിക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, തീവ്രത കുറഞ്ഞ പീഡനമെന്നും മറ്റു പലതരത്തിലുള്ള വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും എത്രയോ തെറികളാണ് ഈ പറയുന്ന സൈബർ സഖാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ഈ UDF-ന്റെ ഭാഗത്തു നിന്ന്.
ഈ PK ശശി നേരെ കോൺഗ്രസിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വാർത്ത. പിന്നെ എന്താണ് VK ശ്രീകണ്ഠൻ ചടങ്ങിൽ പങ്കെടുത്തല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഒരു ധാരണ വരുന്നത്. അതെ, VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പുതിയ ആളുകളെ കോൺഗ്രസിനകത്തേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ തേടുമ്പോൾ ബെസ്റ്റ് ആളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റാരെ എത്തിച്ചാലും പ്രശ്നമില്ലെന്നേ. പക്ഷെ ഇയാളെ കൊണ്ട് എത്തിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ തീവ്രത കുറഞ്ഞ പീഡനവും മറ്റു കാര്യങ്ങളും ഒക്കെ കോൺഗ്രസ് അംഗീകരിക്കല്ലേ? അല്ലേ, പറയുമല്ലോ രാഷ്ട്രീയത്തിൽ അങ്ങനെ സ്ഥിരമായ ഒരു ശത്രുവില്ല, ശത്രുതയില്ല എന്ന് പറയുമല്ലോ. അപ്പൊ അതായിരിക്കും ന്യായീകരണങ്ങൾ. ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്യുന്ന ജനങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് വിവരമില്ല എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതെ, അങ്ങനെയുണ്ടല്ലോ. അതായത് ഏതൊരു തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് തെറ്റ് ചെയ്താലും അതിനെ അടിമയെ പോലെ ന്യായീകരിക്കുന്ന ആളുകളായി മാറിപ്പോയിരിക്കുന്നു പലരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്നത് പോലെ PK ശ്രീമതിയും പിന്നെ സഖാവ് ബാലനും ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഇനി KPCC ഓഫീസിൽ നിന്ന് കൂടി അടിച്ചു കിട്ടിയാൽ ആർക്ക് ഉപകാരമാവും? ഈ പറയുന്ന PK ശശി കുറച്ചും കൂടി ധൈര്യമാവും. ഇനി ഇതുവരെ തെറിവിളിച്ചുകൊണ്ടിരുന്ന UDFന്റെ സൈബർ സഖാക്കൾ PK ശശിക്ക് എന്താണ് കവചം തീർക്കുകയും പ്രതിരോധിക്കുകയും ഇതുവരെ പ്രതികൂലിച്ചിരുന്ന കോൺഗ്രസിന്റെ സൈബർ സംഘങ്ങൾ PK ശശി അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ച. അതും പറയാം, അവരുടെ ഗതികേട്. വേറൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ മികവ് കൊണ്ടാണ്, 100% മികവ് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കോൺഗ്രസിന്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണ്. അല്ല, അത് ഒരു വലിയ കാരണമാണ്. കോൺഗ്രസിന്റെ കഴിവുകേട് ഒരു വലിയ കാരണമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി ഞാനത് മനസ്സിലാക്കുന്ന കാര്യം, മനുഷ്യന്മാരുടെ വൈകാരികമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിൽ. കാരണം ഈ കൊറോണയും നിപ്പയും ഒക്കെ വന്നു, വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിതം എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഈ സമയത്ത് ശൈലജ ടീച്ചർ പോലെ ഒരാളെ ശൈലജ ടീച്ചർ ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണ്, ഒരു PR വർക്കിൻ്റെ മുകളിൽ കയറ്റി നിർത്തി ആരോഗ്യമന്ത്രി എന്ന് മാത്രമേ ഞാൻ ഇപ്പോഴും ശൈലജ ടീച്ചറെ കാണുന്നുള്ളൂ. ശൈലജ ടീച്ചർക്ക് കഴിവുകളില്ല എന്നല്ല പറയുന്നത്, പക്ഷേ അനാവശ്യമായ PR തള്ളുകൾ ശൈലജ ടീച്ചർ ഉൾപ്പെടുത്തി നടത്തിയിട്ടുണ്ട്. കാരണം കേരളത്തിലെ ഒരു ആരോഗ്യ സംവിധാനം, ആരോഗ്യ സിസ്റ്റം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ മുന്നിൽ നിന്ന് നയിക്കാൻ നമുക്കൊരു ദുരന്തം വന്നു എന്ന് വിചാരിച്ചോ, ഇനിയൊരു കൊറോണ പോലത്തെ ഒരു ദുരന്തം വന്നു, അന്ന് UDF ആണ് ഭരിക്കുന്നതെന്ന് വിചാരിച്ചോ, എന്നാൽ പോലും ഈ നമ്മുടെ ആരോഗ്യ മേഖല അതിനെ മറികടക്കും. ആര് പാര വെച്ചില്ലെങ്കിൽ, ഈ പറയുന്ന സഖാക്കൾ പാര വെച്ചില്ലെങ്കിൽ, അവർ സമരമായിട്ട് രംഗത്തിറങ്ങിയില്ലെങ്കിൽ അന്ന് UDF എല്ലാവിധ പിന്തുണയുമാണ് പ്രഖ്യാപിച്ചത്. അത് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ UDF അവരെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇടതുപക്ഷം അങ്ങനെയല്ല, അവർ അതിലും സമരം ചെയ്യും. അതായത് ഈ ഒരു ദുരന്തത്തിനിടയിലും സമരം ചെയ്യാൻ നോക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും. അത് അതിജീവിക്കുന്നത് കേരളം ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ആരോഗ്യ രംഗത്തെ നേട്ടങ്ങൾ കൊണ്ടാണ്. അത് തുടങ്ങി വെച്ചത് തന്നെ UDF ആണ്, അത് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജ് തിരുവിതാംകൂർ രാജവംശം തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും ആരംഭിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഇടയ്ക്ക് ഈ കൊറോണ വന്ന് കയറിയത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളായതും ജനങ്ങൾ ഇനിയൊരു സർക്കാർ പെട്ടെന്ന് താഴെ വന്ന് പുതിയൊരു സർക്കാർക്ക് അധികാരത്തിലേറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുവരെ ഉണ്ടായിരുന്ന അഴിമതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളോട് മറന്നുപോയി. കാരണം ജീവനാണോ വലുത്, ഇതാണോ എന്നുള്ള ഒരു രീതിയിലാണ് ജനങ്ങൾ നിന്നത്. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ PK ശശി എങ്ങനെ വന്നാൽ അവരിപ്പം നടത്തുന്നു എന്നാണല്ലോ പറയുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സന്ദീപ് വാര്യരൊക്കെ കോൺഗ്രസിലേക്ക് വന്നതുപോലെ PK ശശിയും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. പക്ഷേ സന്ദീപ് വാര്യരെ വന്നതുകൊണ്ട് കോൺഗ്രസിലെ ആളുകളും പിന്നെ ലീഗിലെ ആളുകളൊക്കെ സന്ദീപ് വാര്യരെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തെ അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ PK ശശി അങ്ങനെ സ്വീകരിക്കുമോ? സാധാരണ പ്രവർത്തകർക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ? കാരണം ഈ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടാൻ ഏറ്റവും കൂടുതൽ കൂട്ടുനിന്നിട്ടുള്ള നേതാവാണ് ആര്? PK ശശി. ആ PK ശശി എങ്ങനെയാണ് ഇവർ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക, എങ്ങനെയാണ് പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, അല്ലെ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം പിടിക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക, ജനങ്ങളോടൊപ്പം നിൽക്കുക, നല്ല നേതാക്കന്മാരെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ സമൂഹത്തിൽ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചു പോയാൽ പ്രശ്നമില്ല. പക്ഷേ എല്ലാ പാർട്ടിയിലുമുള്ള ഈ കളകളെ തന്നെ തെരഞ്ഞു പിടിച്ച് ഈ പാർട്ടിക്ക് കൊണ്ടുവരുന്ന ഇനി ഞാൻ പറയുന്നത് ഇപ്പോഴും നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. അതിലൊരു കാര്യം, ഈ പാർട്ടിയിലുള്ള മികച്ച ആൾക്കാരെ ഇവർ തിരിച്ചറിയുന്നുമില്ല. അതാണ്, ഈ പാർട്ടിയിലുള്ള മികച്ച ആളെ ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ ശ്രമവും ഇവർ നടത്തുന്നുണ്ട്. കോൺഗ്രസ് മുഖപത്രത്തിൽ തന്നെ വന്നിട്ടുള്ളത് ആർക്കെതിരെയാ? കോൺഗ്രസിലെ എക്കാലത്തെയും മികച്ച നേതാവ് എന്ന് പറയാവുന്ന ശശി തരൂരിനെതിരെ കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ ലേഖനം വന്നിട്ടുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം മാത്രം പറയാം. അതായത് ശശി തരൂർ എന്ന് പറയുന്ന നേതാവുണ്ടല്ലോ, ശശി തരൂർ എന്ന് പറയുന്ന നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ട് നോക്കട്ടെ. ഏത് മണ്ഡലങ്ങളിലും ഒരു മണ്ഡലങ്ങളിലും കോൺഗ്രസിന് പണിയെടുക്കേണ്ടി പോലും വരില്ല. അവിടെ വിജയിച്ചു കയറും കോൺഗ്രസ്. അത് തിരിച്ചറിയില്ലല്ലോ. അത് തിരിച്ചറിയാത്തതല്ലേ പ്രശ്നം. ഭരണമല്ല വേണ്ടത്,
എനിക്ക് വേണം അതാണ് എന്നല്ലേ ആ ആഗ്രഹിക്കുന്നത്. തിരിച്ചറിയത്തല്ല പ്രശ്നം. ഇവരുടെയൊക്കെ ഈഗോ ആണ് പ്രശ്നം. ഞാൻ മുഖ്യമന്ത്രിയാവണം, എനിക്ക് മുഖ്യമന്ത്രിയാവണം, എനിക്ക് ആഭ്യന്തരമന്ത്രിയാവണം, ഞാൻ തീരുമാനിക്കും. അവരുടെ ശരിക്കും പറഞ്ഞാൽ അതിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും, അതെ, ആഭ്യന്തരവും. ഈ 3 വകുപ്പുകൾ, ഈ 3 സമ്പൂർണ്ണ പരാജയം കിടക്കുകയാണ്. അതെ, സമ്പൂർണ്ണ പരാജയമാണ് എന്ന് മാത്രമല്ല, ഇവർക്ക് ഏത് വിധേനയും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനെ കളഞ്ഞു കുളിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും പി.കെ. ശശി കോൺഗ്രസിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതൊരു ഒരു എന്താണ്, നമ്മൾ അഭ്യൂഹങ്ങൾ മുഖേനയുള്ള ചർച്ചയാണ്. പക്ഷെ എന്തായാലും അത്ര ശ്രമം നടക്കുന്നുണ്ട്. വന്നാൽ കോൺഗ്രസിന്റെ കഷ്ടകാലം, പോയാൽ CPM-ന്റെ നല്ല കാലം എന്നാണ് സൈബർ സഖാക്കൾ പറയുന്നത്, ഞാനല്ല. ആർക്കാണ് നല്ല കാലം എന്ന് നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും.